6 കോടി രൂപ മുടക്കി ആധുനിക രീതിയിൽ ടാർ ചെയ്ത റോഡ് 2 ആഴ്ച തികയുന്നതിന് മുൻപ് തകർന്നു. കോഴിക്കോട് കൂളിമാട് എരഞ്ഞിമാവ് റോഡാണ് തകർന്നത്. പൊളിഞ്ഞ ഭാഗം റീടാർ ചെയ്യാൻ കരാറുകാരന് പൊതുമരാമത്ത് വകുപ്പ് നിർദ്ദേശം നൽകി. റോഡിലെ കുഴിയിൽ വീണും പൊടിയടിച്ചും നാട്ടുകാർ 2 വർഷത്തോളം ദുരിതം അനുഭവിച്ചു. അതിനൊരു പരിഹാരമായാണ് റോഡ് നവീകരിച്ചത്. പക്ഷേ ടാറിംഗ് നടന്ന 2 ആഴ്ചക്കുള്ളിൽ റിപ്പയർ ചെയ്യേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത്. ഈ റോഡ് ടാർ ചെയ്തതിന് ശേഷം ഇതിൻ്റെ അവസ്ഥയാണിത്. പൊട്ടിച്ച കൈയോട് പൊട്ടിച്ചിട്ട് ദാറിങ്ങനെ ഇതിൽ ദാറുണ്ടോയെന്ന സംശയത്തിലാണ്. കൈയോട് ഇങ്ങനെ ഒരു വെയിറ്റും കൊടുക്കാതെ പൊളിച്ചാൽ പൊളിഞ്ഞു പോരുകയാണ് ഈ ദാറിൻ്റെ. ഇതിലൂടെയാണല്ലോ നമ്മുടെ വാഹനങ്ങൾ പോകുന്നത്. പിന്നെ ഇങ്ങനെ ഈ റോഡ് ഇതിലെന്താ ഉപയോഗിച്ചതെന്നുള്ള ഈ അധികാരികൾ പറയണം. ഇത് പഴയ റോഡാണ്. ഈ പഴയ റോഡിൻ്റെ മുകളിൽ നിന്നാണ് ഇത് പൊളിഞ്ഞു വരുന്നത്. എന്നാൽ ഇവിടെ എന്തെങ്കിലും ഡാമേജ് ഉള്ള സ്ഥലമാണെങ്കിൽ പ്രശ്നമില്ല. ഇത് നല്ല പ്രതലമാണ്. ഇത് ഈ റോഡിൻ്റെ മുകളിൽ നിന്നാണ് ഇതിങ്ങനെ പൊളിഞ്ഞു വരുന്നത്. നമ്മൾ അത്രയും ആഗ്രഹിച്ച് വന്നൊരു പണിയാണിത്. അപ്പോൾ നമ്മളൊക്കെ വിചാരിച്ചത് ഈ പണി കഴിഞ്ഞാൽ ഇത് റെഡി ആവുന്നുള്ള 6ാമത്തെ ദിവസം മുതൽ ഇത് പൊളിഞ്ഞിട്ടുണ്ട്. വെറും 6ാമത്തെ ദിവസം ഏകദേശം 9ഓളം സ്ഥലത്ത് ഇങ്ങനെ പൊളിഞ്ഞിട്ടുണ്ട്. മെയിനായിട്ട് അടിയിൽ ഒന്ന് ക്ലിയർ ആക്കിയിട്ട് ചെയ്യണമായിരുന്നു. അത് ചെയ്തിട്ടില്ല. അവർ തിരക്ക് പിടിച്ച് ചെയ്തതാണ്. ഞങ്ങൾ ആദ്യം കരുതിയത് എന്താണെന്നറിയോ, ഇതെവിടെയോ ചെറിയ സ്ഥലത്ത് പറ്റിയ ഒരു ബാൾട്ടാണ്, ഒരു സ്ഥലത്ത് പറ്റിയ ബാൾട്ടാണ് ഞങ്ങൾ കരുതിയിരുന്നത്. അല്ല, എല്ലാ സ്ഥലങ്ങളും ഇതേമാതിരി ഓരോന്നോരോന്ന് പൊളിഞ്ഞ് വരുന്നുണ്ട്. ഈ റോഡ് വർക്ക് നടക്കുന്ന സമയത്ത് തന്നെ ഞങ്ങൾ എഞ്ചിനീയർ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അശാസ്ത്രീയമായ രീതിയിലാണ് വർക്ക് നടക്കുന്നതെന്ന്. നിലവിലുള്ള റോഡ് പൊളിച്ചിട്ട് അത് റോഡ് ചമർത്തിയിട്ടല്ലാതെ ഇതിന് മുകളിൽ ടാറിങ് ചെയ്ത് കഴിഞ്ഞാൽ അത് വീണ്ടും വിള്ളൽ വരും, പൊളിയുമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആധുനിക രീതിയിൽ കോടികൾ മുടക്കി നിർമ്മിച്ച റോഡാണ്. പക്ഷേ കൊച്ചുകുട്ടിക്ക് പോലും ഇതുപോലെ ഈ കോടികൾ മുടക്കി നിർമ്മിച്ച റോഡ് കയ്യിൽ കോരിയെടുക്കാം. ഇതാണ് ഈ റോഡിൻ്റെ ഗുണനിലവാരം. വീഡിയോ ജേർണലിസ്റ്റ് മിജേഷ് അമ്പാടിക്കൊപ്പം റിപ്പോർട്ടർ സിനോജ് തോമസ്, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്.